ആശ്വാസിന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള ദീപസ്തംഭമായ ഉണ്ണുനീലി സന്ദേശത്തിൽ ഓണം കേരളീയരിൽ ഉണർത്തുന്ന ആനന്ദാവേശങ്ങളെ ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്. ആണ്ടിലൊരിക്കൽ വരുന്ന ഓണത്തെ മലയാളികൾ എങ്ങനെ കണ്ടിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ശ്ലോകം. ദേവദാസിയായ ഉണ്ണിയാടിയുടെ തൂവൻ മുറുവൻ അഥവാ പുഞ്ചിരിയാകുന്ന പൂക്കൾ ഓണത്തിന് മാത്രം പുഷ്പിക്കുന്ന ഓണപ്പൂക്കളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓണത്തെ ആഘോഷത്തോടെ സ്വീകരിക്കുന്നത് പോലെയാണ് ഉണ്ണിയാടി ആദിത്യവർമ്മയുടെ എഴുന്നള്ളത്തിനെ സ്വീകരിച്ചത്. അത്തച്ചമയം എന്ന ചടങ്ങ് കൊച്ചിത്തമ്പുരാനും നെടിയിരിപ്പിലെ സാമൂതിരി തമ്പുരാനും കൂട്ടായി നടത്തിയിരുന്ന ഓണാഘോഷമായിരുന്നു. അതിൻ്റെ സ്മരണയിൽ 1961 മുതൽ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അത്താഘോഷം നടത്തി വരുന്നുണ്ട്. ചിങ്ങം 1 ആണ്ടുപിറപ്പായത് ക്രിസ്തുവർഷം 825 കൊല്ലവർഷം അഥവാ മലയാള വർഷം ആരംഭിച്ചതിനെ പറ്റിയും പല സിദ്ധാന്തങ്ങളുമുണ്ട്. BC 56 തുടങ്ങിയ സപ്തർഷി വർഷത്തിന്റെ 100 വർഷത്തിന്റെ വീതമുള്ള ആവർത്തനത്തിൽ 10ാമത്തെ ആവൃത്തിയോടെ കൊല്ലവർഷം തുടങ്ങി എന്ന വാദത്തിനാണ് മുൻതൂക്കം. കാശ്മീരിലും സൗരാഷ്ട്രത്തിലും ഉത്തരഭാരതത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സപ്തർഷി വർഷം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തെക്കോട്ട് വന്ന ആര്യന്മാർ കൊല്ലത്തെത്തിയപ്പോൾ സപ്തർഷി വർഷത്തിന്റെ 9ാമത്തെ ആവൃത്തി തുടങ്ങുകയും ചെയ്തു. കൊല്ലത്ത് ചിങ്ങം 1 ആരംഭിച്ചു. പുതുവർഷം കൊല്ലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. കാലക്രമേണ കൊല്ലം എന്നാൽ വർഷം എന്നും വിവക്ഷിക്കപ്പെട്ടു. പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭേദം കൊണ്ട് തന്നെ ഉത്തര കേരളത്തിലെ ആണ്ടുപിറപ്പ് പിന്നീട് കന്നി 1 മാറി. മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണുന്നതിനായി വരുന്ന ദിനമായും തൃക്കാക്കരയപ്പന്റെ പിറന്നാളായും പരശുരാമന്റെ കേരള ഭരണത്തിന്റെ ഓർമ്മയായും ബുദ്ധമതാചാരത്തിന്റെ അനുവർത്തനമായും ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയതിന്റെ അനുസ്മരണമായും ഒക്കെ പല ഐതിഹ്യങ്ങളുടെയും അല്ലെങ്കിൽ ചരിത്രങ്ങളുടെയോ ഒക്കെ വ്യാഖ്യാന ഭേദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ കേരളീയരുടെ ഓണം എന്ന് പറയുന്നത്. കർണന്റെ കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണ വേഷധാരിയായ ഇന്ദ്രൻ വാങ്ങിക്കൊണ്ടു പോകുന്നത് പോലെ ഒരു ചതിയുടെ ക്രൂരതയാണ് മഹാബലി ചരിത്രത്തിലും ഉള്ളത്. വാടോരൂപിയായ വിഷ്ണു മഹാബലിയുടെ അടുക്കൽ ഭിക്ഷയ്ക്കായി വന്നപ്പോൾ അതിൽ ചതിയുണ്ട്, സൂക്ഷിക്കണമെന്ന് ശുക്രാചാര്യർ പറഞ്ഞിരുന്നു. പക്ഷേ മഹാബലി അത് കൊണ്ടില്ല. തിരുവോണം മഹാബലിയുടെ തിരിച്ചുവരവിന്റെയും വാമനാവതാരത്തിന്റെയും ദിനമാണ് എന്നത് ഏറെ കൗതുകം ആയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. കായികവും മാനസികവും ആധ്യാത്മികവുമായ സവിശേഷത നമുക്ക് നോക്കാം. ഇടവ മിഥുന കർക്കിടകങ്ങളിലെ കനത്ത മഴയിൽ കുതിർന്ന് മരവിച്ച മണ്ണിനും മർത്യദേഹത്തിനും നവോന്മേഷം ലഭിച്ചു തുടങ്ങുന്ന വേളയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഓണാഘോഷത്തോടുകൂടി അത് പൂർണ്ണ വികാസം പ്രാപിക്കുകയാണ്. ആ സമയത്തെ കായിക വിനോദങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. നാടൻ പന്തുകളി, കബഡികളി, വടംവലി, വള്ളം കളി, ഓണത്തല്ല് തുടങ്ങിയവയിൽ പുരുഷന്മാരും കൈകൊട്ടിക്കളി അഥവാ തിരുവാതിര, പെണ്ണുകെട്ടിക്കളി, കോൽക്കളി, ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ തുടങ്ങിയവയിൽ സ്ത്രീകളും അഭിരമിക്കുന്നു. വൈവിധ്യപൂർണമായ കായിക വിനോദങ്ങൾ ഒരുമിച്ച് പ്രയോഗിക്കുന്ന മറ്റൊരു ആഘോഷവും നമ്മുടെ ഓണത്തെ പോലെ വേറെ ഒന്നും തന്നെയില്ല. ഓണത്തിനുള്ള മാനസികമായ ആഘോഷങ്ങളിൽ അക്ഷരശ്ലോക മത്സരം, അതുപോലെ കഥാകഥനം, കവിതാലാപനം തുടങ്ങിയവയൊക്കെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഓണത്തിൽ കവിതയ്ക്കും കവിതയിൽ ഓണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നാടൻ പാട്ടുകളിൽ ആരംഭിക്കുന്ന ഓണപ്രകീർത്തനം ആധുനിക കവികളിലും വറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓണത്തിന്റെ അതുല്യമായ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്നവ മാത്രമല്ല, ഓണക്കാലത്തും പതിതവർഗങ്ങൾ അനുഭവിക്കുന്ന പാടുകളും ദുരിതങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന ഒട്ടേറെ ഓണപ്പാട്ടുകളും കവിതകളുമുണ്ട് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കുമാരനാശാൻ, വൈലോപ്പിള്ളി, പി കുഞ്ഞുരാമൻ നായർ, ബാലാമണിയമ്മ, ONV കുറുപ്പ്, സുഗതകുമാരി, തിരുനെല്ലൂർ തുടങ്ങിയവരൊക്കെ അതിൽ പ്രമുഖ സംഭാവനാദാതാക്കൾ തന്നെയാണ്.
തനിക്ക് സൗന്ദര്യവും മണവും ഇല്ല എന്ന അപകർഷബോധത്തോടുകൂടി മാറുനിന്ന തുമ്പപ്പൂവിനെ മഹാബലി തമ്പുരാൻ വാരിയെടുത്ത് നെറുകയിൽ ചൂടി എന്ന സങ്കല്പമാണ് ഓണത്തിന് മഹത്തായ ഒരു ആധ്യാത്മിക ചൈതന്യ പരിവേഷം നൽകുന്നത്. മനുഷ്യരെല്ലാം ഒന്നുപോലാകുന്ന ദിനം എന്ന് മാത്രമല്ല, തീരെ നിസാരർ എന്ന് കരുതപ്പെടുന്ന സസ്യാദി ജീവവർഗത്തിനും ഓണത്തിൽ പ്രാധാന്യം ലഭിക്കുന്നു എന്നതും ഈ സങ്കല്പം സൂചിപ്പിക്കുന്നതാണ്. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്ന ഓണച്ചൊല്ലിനും ഒരു മഹത്തായ ജീവിത തത്വമുണ്ട്. ആദ്യം ദുഃഖം അനുഭവിക്കുന്നവർ പിന്നീട് സുഖം അനുഭവിക്കും എന്നതിൻ്റെ വ്യംഗ്യ സൂചനയാണ് ഇതിൽ നൽകുന്നത്. ഓണം എന്ന വാക്കിനോട് ചേർന്ന് ധാരാളം വാക്കുകളും ശൈലികളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാഷ. ഒരു ഓണവിജ്ഞാന കോശത്തിനുള്ള വക തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. മലയാളികൾക്ക് ഇന്ന് ഓണാഘോഷം അത്യന്തം ആവേശകരമായി തീർന്നിരിക്കുന്ന ഒന്നാണ്. എന്നാൽ പഴയ കാലത്തെ ആഘോഷത്തിൻ്റെ ലാളിത്യവും സ്വാഭാവികതയും നൈർമല്യവും ഒക്കെ നഷ്ടമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെയും വയ്യ. കൃഷിയോട് തീരെ താല്പര്യമില്ലാത്ത മലയാളിക്ക് യഥാർത്ഥത്തിൽ ഒരു കാർഷികോത്സവമായ ഓണം ആഘോഷിക്കാൻ തീരെ അവകാശമോ അർഹതയോ ഇല്ല എന്നതാണ് സത്യം. മാത്രമല്ല, ഇന്ന് പുതിയ ചില ഓണങ്ങൾ ആഘോഷിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു മലയാളി എന്നതും കാണാതിരുന്നുകൂടാ. ആ പുതിയ ഓണങ്ങളാണ് ഇവയൊക്കെ. അതായത് കണ്ടോണം എന്ത്, TV കണ്ടോണം; ചെയ്തോണം എന്ത്, വോട്ട് ചെയ്തോണം; കൊടുത്തോണം എന്ത്, കൈക്കൂലി കൊടുത്തോണം; ഉണ്ടാക്കിക്കോണം എന്ത്, പണം; വന്നോണം എങ്ങോട്, പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ; ഇട്ടോണം എന്ത്, നേർച്ച; നിന്നോണം എന്ത്, പറയുന്നത് കേട്ടിട്ട്; വലഞ്ഞോണം വിലക്കയറ്റത്താൽ സഹിച്ചോണം; എല്ലാം ഇരുന്നോണം മിണ്ടാതെ. ഇതാണ് ഒന്ന്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഓണക്കോടിയാണ്. ആ ഓണക്കോടിയേക്കാൾ ഇപ്പോൾ മുഖ്യമായിരിക്കുന്നത് ഓണക്കുടിയായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കോടി വസ്ത്രം എന്നത് മലയാളിക്ക് ഇന്ന് പുതുമയല്ലാത്തതിനാലാകാം അവന് ഓണം ബമ്പർ ലോട്ടറി കോടിയിലാണ് താല്പര്യം. മാത്രമല്ല, അവരുടെ നിത്യ വ്യവഹാര വ്യാപാരങ്ങൾ പോലും കോടികളുടെ കണക്കിലായിരിക്കുന്നു എന്നും പറയാതെ വയ്യ. ഇതൊക്കെയാണെങ്കിലും 1000 കോടി ഉണ്ടെങ്കിൽ 1000 കോടിയും ഉണ്ടെങ്കിലും മദ്യത്തിൽ കോടിയൊരെണ്ണം മതി പുതച്ചിടുവാൻ എന്നത് അവൻ തീരെ ചിന്തിക്കുന്നുമില്ല.